ഈ പുതിയ ദിവസത്തിൽ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവം പുതുക്കി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. ക്രിസ്തീയ ജീവിതം സാത്താനോടുള്ള ഒരു പോരാട്ട ജീവിതം ആണെന്ന് തിരുവചനത്തിൽ നാം മനസ്സിലാക്കുന്നു. ഈ പോരാട്ടത്തിൽ നാം ജയാളികളായി ജീവിക്കുന്നത് എങ്ങനെയാണ്? ഏത് ശക്തിയാണ്? മാനുഷികമായ ശക്തിയോ ബുദ്ധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നിനും അതിന് ഉപകരിക്കുന്നില്ല. നമ്മളെ ഈ സാത്താനോടുള്ള പോരാട്ടത്തിൽ ജയാളികളായി ജീവിക്കുവാൻ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, അത് മാത്രമാണ്. ക്രിസ്തു ആരായിരുന്നു? എങ്ങനെ ലോകത്തിൽ ജീവിച്ചു? എങ്ങനെ തൻ്റെ ജീവിത ലക്ഷ്യം, പിതാവ് തന്നെക്കുറിച്ച് ആഗ്രഹിച്ച ആ ജീവിത ലക്ഷ്യം താൻ എങ്ങനെ സാധിച്ചു? അതാണ് നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ വിജയത്തിൻ്റെ രഹസ്യം. പൗലോസ് അപ്പോസ്തലനിവിടെ പറയുന്നത് ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. എപ്പോഴും എവിടെയും എപ്പോഴും ഇടവിടാതെ ജയോത്സവമായി നടത്തുന്നു. പരാജയത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ലജ്ജയുടെയോ ഒരു കണിക പോലുമില്ലാതെ ജീവിതത്തെ സുഗമമായി ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ള കർത്താവിനെ ആശ്രയിക്കുക. അതിന് ശക്തി പകർന്നു തരുന്നത് പിതാവായ ദൈവം. ക്രിസ്തുവിൽ മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജയോത്സവമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുക. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്തായിരുന്നു? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. ഗത്സമനയിലെ തീവ്രവേദനയിൽ താൻ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ. ജഡപ്രകാരം തീവ്രവേദനയിലായിരിക്കുന്ന സമയം ഒരു മനുഷ്യനെന്ന നിലയിൽ താൻ പ്രാർത്ഥിച്ചു. എന്നാൽ താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് താൻ തിരിച്ചറിഞ്ഞ് ഉടനെ അതിനെ തിരുത്തുകയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമത്രേ ആകട്ടെ. കർത്താവിൻ്റെ ആ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ലോകത്തിൽ സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു, നമ്മുടെ പരിപാലനയിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. നടുവാനും നനയ്ക്കുവാനും മാത്രമേ ഒരു കർഷകന് കഴിയുകയുള്ളൂ.
അതിനെ വളർത്തുമാറാക്കുന്നത് ദൈവമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജനനം നൽകി. അവരുടെ സാഹചര്യങ്ങളിൽ നാം നനയ്ക്കപ്പെട്ട് വളരുവാനിടയായി. നമ്മെ വളരുവാനിടയാക്കിയത് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, ഈ ഘോര യുദ്ധത്തിൻ്റെ നടുവിൽ, ആപത്തുകൾ നിറഞ്ഞ ലോകത്തിൽ, അപകടങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, രോഗങ്ങളും ദുഃഖങ്ങളും അനിഷ്ട സംഭവങ്ങളും നിറഞ്ഞ ലോകത്തിൽ നമ്മെ വളർത്തി വലുതാക്കിയത് ദൈവത്തിൻ്റെ കരങ്ങളാകുന്നു എന്നുള്ളത് നാം മറക്കാതിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ദൈവമേ, നീ എന്താകുന്നു എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അതിന് ഞാൻ എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശം നിവൃത്തിയാകുവാൻ നാം പലപ്പോഴും വില നാം എപ്പോഴും അതിന് തക്കതായ വില കൊടുക്കേണ്ടിയിരിക്കുന്നു. ആധുനിക യുഗത്തിൽ നാം ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ വലിയ വില കൊടുക്കണം. എന്നാൽ അതിന് പകരമുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ മേടിക്കുമ്പോൾ തുച്ഛമായ വില മതി. സ്വർണം തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ഒറിജിനൽ സ്വർണം വാങ്ങുമ്പോൾ ഭീമമായ തുകയാണ് നാം കൊടുക്കുന്നത്. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇമിറ്റേഷൻ മേടിക്കുമ്പോൾ സ്വർണം പോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസവുമില്ല, കനമില്ലായിരിക്കാം. എന്നാൽ പുറമേ കാണുമ്പോൾ സ്വർണം പോലെ തന്നെ ഇരിക്കും. അതിന് തുച്ഛമായ വിലയേ ഉള്ളൂ. പക്ഷേ അതിന് 1-2 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒറിജിനലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുവാൻ നാം വില കൊടുക്കേണ്ടവരാണ്. ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള പ്രകടനത്തിൽ കൂടെ, നല്ല വാചാലതയിൽ കൂടെ, ഭക്തി മത അനുസരണങ്ങളിൽ കൂടെ ഒന്നും നമുക്ക് ഈ ജയോത്സവമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. എപ്പോഴും ദുഃഖവും നിരാശയും അതൃപ്തിയും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നാം തെറ്റായ രീതിയിൽ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിത മാർഗം പലപ്പോഴും തെറ്റായ വഴിയിലായിരിക്കും. ഒരിക്കലും നമുക്ക് തൃപ്തി തരാത്ത ജീവിതമാണ് ഈ ലോകം നമുക്ക് പകർന്നു തരുന്നത്. കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം അത് നിത്യജീവിങ്കിലേക്കുള്ള ഉറവയായിത്തീരും. ഈ ജീവിതത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കുക. എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുക. എന്ത് ചെയ്താലും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുക. എല്ലായിടത്തും ജയോത്സവമായി നടക്കുക. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുക. എങ്ങനെയാണിത് സാധിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയാണ് നമുക്ക് ഒരു മോഡലായിട്ട് എടുക്കുവാനുള്ളത്. താൻ വില കൊടുത്തത് തൻ്റെ ജീവിതമാണ്. തനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. താൻ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പോകുമ്പോൾ താൻ മനസ്സിലാക്കി, താൻ വെളിപ്പെടുത്തി, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് അറിയുന്നില്ലയോ എന്ന മാതാവിനോട് ചോദിച്ചപ്പോൾ താൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി. എങ്കിലും ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം ജഡത്തിന് കടക്കാരനായി മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന് താൻ ജീവിച്ചു. താൻ വളർന്നപ്പോൾ ഈ
അല്ല തൻ്റേത് എന്ന് അറിയാമെങ്കിലും കൈസർക്കുള്ള കരം കൊടുക്കുവാൻ താൻ സന്നദ്ധനായി. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. അതാണ് ക്രിസ്തുവിലുള്ള പരിജ്ഞാനം. ആർക്കൊക്കെ നാം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണോ, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം, അനുസരണം കൊടുക്കേണ്ടവർക്ക് അനുസരണം, സ്നേഹം കൊടുക്കേണ്ടവർക്ക് സ്നേഹം, എല്ലാ വിധത്തിലും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. അതിനിടയിൽ കഷ്ടതയുണ്ട്, വേദനയുണ്ട്, ക്ലേശമുണ്ട്, ദുഃഖമുണ്ട്. ഇതൊക്കെയും സഹിക്കുവാൻ പിതാവായ ദൈവം പുത്രന് നൽകിയ കൃപയാണ് ക്രിസ്തുവിലുള്ള പരിജ്ഞാനം നമുക്ക് വെളിപ്പെടുത്തുവാനുള്ളത്. നമ്മുടെ ജീവിത മാർഗത്തിൽ ക്രിസ്തുവിലുള്ള പരിജ്ഞാനം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നാം നിത്യം ഉപയോഗിക്കുന്ന നമ്മുടെ കറൻസി നോട്ട് വ്യാജമായി നിർമ്മിച്ചത് നിലവിൽ കാണും. റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ച നോട്ടും നമുക്ക് കാണാം. രണ്ടിലും ഒരേ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒരേ ഒപ്പ്, രണ്ടിനും ഒരേ കളറ്, രണ്ടിനകത്തും ഒരേ ഗാന്ധിജിയുടെ പടം. എവിടെയാണ് വ്യത്യാസം ഉള്ളത്? അതറിയാവുന്നവർക്ക് മാത്രമേ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഒരു സാധാരണക്കാർക്ക് കള്ളനോട്ടും ശരിയായ നോട്ടും തമ്മിൽ തിരിച്ചറിയുവാൻ പ്രയാസമാണ്. ജീവിതത്തിലും ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള ആ പരിജ്ഞാനം നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള പരിജ്ഞാനം താൻ പിതാവ് തന്നെ അയച്ചിട്ട് ലോകത്തിൽ വന്നതാണ് എന്നുള്ള ആ പരിജ്ഞാനം. എന്തിനു വേണ്ടി വന്നു? കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിക്കുവാൻ. എൻ്റെ മുൻപിൽ വരുന്നതിന് കഞ്ഞി കൊടുക്കുക മാത്രമല്ല, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിക്കുവാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സർവ്വ സൃഷ്ടിയോടും ഈ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം അറിയിക്കണം, തെരഞ്ഞു രക്ഷിക്കണം. തെരഞ്ഞു രക്ഷിക്കണമെങ്കിൽ അതിന് കഷ്ടതയുണ്ട്, അതിന് വേദനയുണ്ട്, അതിന് ദുഃഖമുണ്ട്, വിമർശനമുണ്ട്, ഉപദ്രവമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഈ ജീവിത സാക്ഷ്യം നിർവഹിച്ചതിനെക്കുറിച്ച് താൻ തന്നെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്തൊക്കെ കഷ്ടതയാണ് താൻ അനുഭവിച്ചത് ക്രിസ്തുവിനെ നേടേണ്ടതിന്, ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടതിന്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, ക്രിസ്തുവിൻ്റെ വാസന, പരിമളം താൻ ആയിരുന്നിടത്തൊക്കെയും പകർത്തേണ്ടതിന് തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ ഉള്ള വാക്യങ്ങളിൽ താൻ വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്,
പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരായുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ സംഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. എന്തൊക്കെ കഷ്ടതയാണ് താൻ നേരിട്ടത്. ആ പൗലോസാണ് പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അത് പറയണമെങ്കിൽ ഈ ലോകത്തെ ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയെക്കുറിച്ചുള്ളൊരു ദർശനം നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നിത്യതയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ദൈവികമായുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിധത്തിലുള്ള കഷ്ടതകൾ നേരിടുവാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതം നിത്യതയിലേക്കുള്ള ഒരു യാത്രയാകട്ടെ. ആ യാത്രയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുവാനുള്ളത് ജയോത്സവമായി ജീവിക്കുന്ന ആ സന്തോഷം, എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവാൻ പഠിപ്പിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുക. ഈ കഷ്ടതകളൊക്കെ സഹിച്ചു എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തെന്ന് നമ്മൾ വായിക്കുന്നു. എന്തെല്ലാം കഷ്ടതകളാണ്! അടി, ദുഷി, അപമാനം, സ്വന്തം ജനത്താലുള്ള അപമാനം. അവിടെയൊക്കെയും ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കുക. ഒരിക്കൽ മരിച്ചു എന്ന് കരുതി പൗലോസിനെ ഉപേക്ഷിച്ചവരാ തൻ്റെ ശത്രുക്കൾ, അത്രമാത്രം ഉപദ്രവിച്ചവർ. അവരുടെ മധ്യത്തിൽ ജീവനോടെ, ധൈര്യത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മെയും പ്രാപ്തരാക്കട്ടെ. പൗലോസിൻ്റെ വാക്യം നമുക്ക് ഓർക്കാം, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം.